ഇന്ന് നമുക്ക് പച്ച ഏത്തയ്ക്ക വെച്ചിട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഏത്തയ്ക്കയുടെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന വൻപയറും കൂടെ ഇട്ട് കൊടുക്കാം. വൻപയർ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഏത്തയ്ക്ക തോരന്. അത് കഴിഞ്ഞ് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് ബാക്കി കൂടെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരന് റെഡി ആയിട്ട് കിട്ടും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത്തയ്ക്ക തോരൻ വെക്കുന്നത് ഇങ്ങനെയാണോ? ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നല്ല ടേസ്റ്റാണ്.